മൂന്നാം ടേം ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ, ബദൽ. അത് കേരളമാണ്. വേറെ ഒരു ഗവൺമെൻറ് ആ രീതിയിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് കേരളം ഒരു ബദലായി അതിൻ്റെ മൂന്നാം ടേമും അധികാരത്തിൽ വരിക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഒന്നാം ടേമിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ 66 നാഷണൽ ഹൈവേ 66 ഉണ്ടാവില്ലല്ലോ. അത് ആർക്കാ മനസ്സിലാവാത്തത്? പത്രക്കാർക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉണ്ടാകുമായിരുന്നു. അത് അവസാനിപ്പിച്ച് പോയതാണ് ഉമ്മൻചാണ്ടി. ഇവിടെ ഞങ്ങൾക്ക് ഇനി 45 മീറ്റർ വീതിയിലുള്ള റോഡുണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ചെറിയ രീതിയിലുള്ള എതിർപ്പ് വന്നപ്പോൾ അത് മാറ്റിവെച്ച് പോയതാണ്. അതിനുശേഷം നല്ല ഇച്ഛാശക്തിയോടുകൂടി ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നാഷണൽ ഹൈവേ 66 പ്രാവർത്തികമാകാൻ പോകുന്നത്. 2026 ആകുമ്പോഴേക്ക് മിക്കവാറും ആ റോഡിലൂടെ വാഹനങ്ങൾ ഓടും. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഗേൽ പദ്ധതി, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി, നമ്മുടെ തീരദേശ റോഡ് ഹൈവേ, അതുപോലെ മലയോര ഹൈവേ. ഇവിടെ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. 600 രൂപയായിരുന്നു പെൻഷൻ. അതിപ്പോൾ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളം കാഴ്ചവെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പാലത്താണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുന്നിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം? വ്യാവസായിക മേഖല ഏതാണ്ട് 3 ലക്ഷത്തിലധികം വരുന്ന സ്വയം സംരംഭക പ്രവർത്തനം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം കൈകാര്യം ചെയ്തു കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കിട്ടി. ഒരു 7.5 ലക്ഷത്തോളം ആൾക്ക് തൊഴിൽ കിട്ടി. ഇനി 1,52,000 കോടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിക്ഷേപം വരാൻ പോവാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നല്ലോ വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിക്ക് ഇവിടെ BJP ഒരു ഘട്ടത്തിനെതിരായിരുന്നു, കോൺഗ്രസ് എതിരായിരുന്നു, ലീഗ് എതിരായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനെ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മാസങ്ങൾ ആ പ്രവർത്തനം തടസ്സപ്പെടുത്തിയല്ലോ. അന്ന് ഇച്ഛാശക്തിയോട് ഗവൺമെൻറ്റും പാർട്ടിയും നിന്നപ്പോഴാണ് അത് തുടങ്ങി. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീ പോർട്ടായിട്ടത് മാറിയത് വിഴിഞ്ഞം. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ വികാസം ഉണ്ടാകുമ്പോൾ കോറിഡോർ തുടങ്ങാം. വ്യാവസായിക കോറിഡോർ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്, കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മൂലധന നിക്ഷേപമാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു വിജ്ഞാന സമൂഹം എന്ന രീതിയിലും ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിലും 15,000 സ്റ്റാർട്ടപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ ഈ രാജ്യം കാണാത്ത, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ രീതിയിൽ കാര്യങ്ങൾ കാണാത്ത ജനകീയമായ പദ്ധതികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പട്ടിണി അവസാനിപ്പിക്കാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമായിരിക്കും. വരുന്ന നവംബർ 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും. ഇന്ത്യയിൽ ഈ പ്രഖ്യാപനം നടത്താൻ എത്ര പതിറ്റാണ്ട് വേണ്ടി വരും ഓരോ സംസ്ഥാനത്തും എന്നുള്ളത് കണ്ടോളണം. അതാ കേരളത്തിൻ്റെ വ്യതിരിക്തതാണ്. ആ രീതിയിൽ കേരളം സർവതല സ്പർശിയായ മേഖലയിൽ ഏറ്റവും അവസാനത്തെ ടെക്നോളജി വരെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ്. മെട്രോ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. വാട്ടർ മെട്രോ അത് നന്നായിട്ട് പോവുകയാണ്. വിവിധ ഇപ്പോൾ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ഒരു നാടാണല്ലോ ലോകം മുഴുവൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലബോറട്ടറികൾ അതൊക്കെ കേരളത്തിൽ സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാതത്ര കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 8-8.5 വർഷം കൊണ്ട് കേരളം നേടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നുള്ളതാണ് ഞങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തത്. അത് സഹകരണ മേഖലയും അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒന്നുകൂടി യോജിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത്ഭുതകരമായ നേട്ടമുണ്ടാക്കാൻ കേരളത്തിന് സാധിക്കും. അത് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്.